ഇപ്പോൾ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങൾ കാണുകയാണ്. അതിലേക്ക് ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. വലിയ ജനകീയ മുന്നേറ്റം തന്നെയാണ് ഈ ഫിലിമോത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള ജനങ്ങളുടെ പ്രതികരണം. എന്നാൽ ഇവിടെ പ്രദർശിപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കപ്പെട്ട ലോകോത്തരമായ സിനിമകളിൽ 19 എണ്ണം വർഗീയമായ ധാരണ അടിസ്ഥാനപ്പെടുത്തി നിരോധിക്കുന്ന നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ് എടുത്തിട്ടുള്ളത്. അതിനെതിരായി അതിശക്തിയായ പ്രതിഷേധമുയർന്നു വരികയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിരോധനം 19 സിനിമയ്ക്ക് നേരെ സാർവദേശീയ പ്രാധാന്യമുള്ളതുൾപ്പെടെ വന്ന സന്ദർഭത്തിൽ ഇപ്പോഴവസാനം ഇന്ന് കേന്ദ്ര ഗവൺമെൻറ് 19 സിനിമകളും അവതരിപ്പിക്കാനുള്ള അനുവാദം നൽകിയിരിക്കുന്നു എന്നാണ് ഇപ്പോഴേറ്റവും അവസാനമായിട്ട് മനസ്സിലാക്കുന്നത്. മതനിരപേക്ഷ ഉള്ളടക്കമുള്ള ഇന്ത്യൻ സമൂഹത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ, കലാവിഷ്കാരത്തിൻ്റെയും ജനാധിപത്യ സമീപനത്തിൻ്റെയും അതേപോലെ തന്നെ സാംസ്കാരിക മേഖലയുടെ അതിവിപുലമായ വിശാലമായ അർത്ഥതലങ്ങളെയും തകർക്കുന്ന ബോധപൂർവമായ പ്രവർത്തനമാണ് ഇവിടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വർഗീയ അജണ്ടയുടെ ഭാഗമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിനെതിരായി കേരളം, സാംസ്കാരിക കേരളം പ്രത്യേകിച്ച് നല്ല പ്രതികരണവുമായിട്ട് മുന്നോട്ടേക്ക് വന്നപ്പോഴാണ് ഇപ്പോഴും അത് പ്രദർശിപ്പിക്കാൻ അനുവാദം നൽകിയിട്ടുള്ളത്. അതാണ് സംബന്ധിച്ച് പറയാനുള്ള കാര്യം. അല്ലെങ്കിൽ അവർ ഉറപ്പായിട്ട് തീരുമാനിച്ചല്ലേ 19 എണ്ണം പ്രദർശിപ്പിക്കാൻ പാടില്ല. പക്ഷേ ഇവിടെ മാത്രമല്ല, കേരളത്തിലുടനീളം സാംസ്കാരിക മേഖലയിലുള്ളവരെല്ലാം അതിശക്തിയായിട്ട് അതിനെതിരായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തി. അതിൻ്റെ എല്ലാം ഭാഗമായിട്ട് ഇപ്പോഴും അനുവാദം നൽകിയിരിക്കുന്നു എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ. അതൊക്കെ സ്വാഭാവികമായിട്ട് എപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യകാരണ നിയമങ്ങളെ സംബന്ധിച്ചുള്ള കാര്യമാണ്. അതായത് നിരോധിക്കുന്നതിന് വേണ്ടി എന്താണോ അവർ ഉദ്ദേശിക്കുന്നത് അത് മനസ്സിൽ വെക്കുക എന്ന് പറഞ്ഞാൽ അത് പുറത്ത് പറയാതിരിക്കുക, എന്നിട്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ തക്ക രീതിയിൽ വേറെ എന്തെങ്കിലും പറയുക. ഇതാണ് വർഗീയവാദികളുടെ എല്ലാ കാലത്തെയും ശ്രമം. അതാണ് ഇതിൻ്റെ അർത്ഥം. മറ്റൊരു കാര്യം, ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റുന്നു, പിന്നീട് കേന്ദ്ര വിഹിതം പേര് മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റിയിട്ട് IFK വേദിയിൽ നിന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചത്. എന്തായാലും കേന്ദ്ര സർക്കാർ വർഗീയ അജണ്ട നടപ്പാക്കാനാണ് ശ്രമിക്കുന്നത്, പക്ഷേ അതിന് വഴങ്ങില്ല. എല്ലാ സിനിമകളും പ്രദർശിപ്പിക്കും എന്ന മുഖ്യമന്ത്രിയുടെ തീരുമാനം അത് നടപ്പാക്കും. സാംസ്കാരിക വേദിയിൽ നിന്നും വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് എന്നും CPIM സംസ്ഥാന സെക്രട്ടറി പറയുന്നു.